കാശ്മീർ എന്നും സംഘർഷഭരിതമാണ്. പലപ്പോഴും പല കാലങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് രാജ്യത്താകമാനം വളരെ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടായിരിക്കുന്ന ഈ തീവ്രവാദി ആക്രമണം അത് ശരിക്കും എന്തിൻ്റെ സൂചനയാണ് ശരിക്കും? വാസ്തവത്തിൽ ഇതൊരു ചെറിയ ഈ ഭീകരാക്രമണങ്ങളുടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടതാണ് ഈ ഭീകരാക്രമണം. 2019 അതായത് പുൽവാമയൊക്കെ നടന്നതിന് ശേഷം വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ആക്രമണത്തിൻ്റെയൊക്കെ ശേഷം 2019 ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിന് ശേഷം വാസ്തവത്തിൽ കുറച്ചു കാലം ഏതാണ്ട് ഒരു ചെറിയൊരു ഇടവേള ഭീകരാക്രമണങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വർഷം മുതൽ വാസ്തവത്തിൽ 2023 മുതൽ വാസ്തവത്തിൽ വീണ്ടും ഈ സംഭവങ്ങൾ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 2023 ജൂണിലൊരു തീർത്ഥാടകരുടെ നേരെ തന്നെ ആക്രമണം ഉണ്ടായി. തീർത്ഥാടകർ പോയിരുന്ന ഒരു ബസ് നേരെ ആണ് ആക്രമണം ഉണ്ടായത്. 8-9 പേർ മരിച്ചു. അതിനുശേഷം പിന്നെ നവംബറിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പൊ ഇത് ഒരു പക്ഷേ തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികളുടെ പ്രവർത്തനം നമ്മൾ നിയന്ത്രണ വിധേയമായി എന്ന് കരുതുന്നതിന് എതിരെ നൽകിയ ഒരു പ്രധാനപ്പെട്ട സന്ദേശമായിട്ടാണ് കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ സമീപകാലത്ത് ഈ ആക്രമണങ്ങളുടെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് മുമ്പൊക്കെ കാശ്മീർ താഴ്വരയിലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം. ഇപ്പോൾ അത് ഈ കഴിഞ്ഞ വർഷമായാലും ഇപ്പോഴായാലും അത് കുറച്ചും കൂടി മാറി ജമ്മു ഭാഗത്തേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച കാണാം. പ്രത്യേകിച്ച് LOCയുടെ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ അടുത്ത് ഈ അധീന കാശ്മീരും നമ്മുടെ കാശ്മീരും തമ്മിൽ വേർതിരിക്കുന്ന ആ ലൈനിൻ്റെ അടുത്തുള്ള ജില്ലകളിൽ ഇവിടെയൊക്കെയാണ് പുതിയതായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇതൊരു എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കാശ്മീരിലെ ഇതുവരെയുള്ള ഭീകരാക്രമണ പരമ്പരയിലെ ഒരു പുതിയ സ്റ്റേജിന്റെ സൂചനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഈ പാകിസ്ഥാനെതിരായിട്ട് ഈ രാജ്യത്താകെ ഇന്ത്യയിലാകമാനം വളരെ പ്രതിരോധം ഉണ്ടായിക്കഴിഞ്ഞു. എങ്ങനെയായിരിക്കും ഗവൺമെന്റ് ഇതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് തോന്നുന്നത്? ഇത് വാസ്തവത്തിൽ നമ്മളെ ആകെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആക്രമണമാണ് എന്നുള്ളത് സംശയമില്ല. കാരണം പാകിസ്ഥാൻ ഏതാണ്ട് സാമ്പത്തികമായിട്ടൊക്കെ വലിയ തകർച്ച നേരിടുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പാകിസ്ഥാന്റെ വളരെ കാര്യമായ സഹായത്തോടെയും നേതൃത്വത്തോടെയും തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ലഷ്കർ തോയ്ബയുടെയും ജയ്ഷ് ഇ മുഹമ്മദിന്റെയൊക്കെ കാര്യമായ പങ്കാളിത്തം തന്നെയുണ്ട്. ലഷ്കർ തോയ്ബയുടെ ഒരു ഫ്രണ്ട് സംഘടനയായ എന്താ പറയുക ഒരു പ്രോക്സിയാണെന്ന് വിളിക്കപ്പെടുന്ന ആണ് ഈ പുതിയ ഈ ഗ്രൂപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളത് ഒരു വശം. പക്ഷെ അതിനപ്പുറത്ത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഇന്റലിജൻസിന് അല്ലെങ്കിൽ അതിന്റെ രഹസ്യാന്വേഷണ വകുപ്പിന് ഇതിനെക്കുറിച്ച് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ പരാജയം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അതേ സമയത്ത് പലപ്പോഴും ഈ ഭീകരാക്രമണം പലപ്പോഴും ചാവേർ സംഘങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന്റെ ഇന്റലിജൻസ് മുൻകൂട്ടി കിട്ടുക എന്നുള്ളത് അത്ര സാധാരണമൊന്നുമല്ല. പക്ഷെ അതുണ്ടായി എന്നുള്ളൊരു സംശയം. അപ്പൊ ഇതെങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇതിലുണ്ടായിരിക്കുന്ന വളരെ നഗ്നമായ ഒരു വർഗീയ സ്വഭാവമാണ്. കാരണം ഇത് സാധാരണ ടൂറിസ്റ്റുകളുടെ നേരെ വലിയ ആക്രമണങ്ങളോടെ ഉണ്ടാവാറില്ല. തീർത്ഥാടകർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് പലതവണ. എന്നാൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ ഏറ്റവും വലിയ ഉപജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരമാണ്. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ടൂറിസം കാര്യമായി വളർച്ച നേടുകയും ചെയ്തിരുന്നു. കാരണം വളരെ മോശമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ ഭീകര പ്രവർത്തനങ്ങൾ ഇല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതിന്റെ പ്രയോജനം കൊണ്ട് ടൂറിസത്തിൽ വലിയ വർധനമുണ്ടായി. പിന്നെ ഇത് ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ പ്രദേശം കൂടുതൽ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യം, അതിന്റെ രാഷ്ട്രീയ ആവശ്യമാകാം, അത് കേന്ദ്ര ഗവൺമെന്റിന് ബോധ്യപ്പെടുകയും കാരണം കൂടുതൽ ജനങ്ങളെ അതിനോട് അനുഭാവമുള്ളവരാക്കി, കാശ്മീരിന് കേന്ദ്ര ഗവൺമെന്റ് അനുഭാവമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി കൂടുതൽ നിക്ഷേപങ്ങൾ മറ്റും അവിടെ കൊണ്ടുവരികയും അങ്ങനെ അത് കൂടുതൽ ഏറ്റവും സാധാരണ നിലയിലേക്ക് ആ പ്രദേശം മാറുന്നതിന്റെ ഒരു സൂചന വാസ്തവത്തിൽ ഈ കഴിഞ്ഞ കുറച്ചു നാളുണ്ടായിരുന്നു. ഇതിനെ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട
ലക്ഷ്യമായിട്ട് കാണുന്നത്. അതിൽ കാണുന്ന ഒരു വലിയ വർഗീയ ഒരു ഭ്രാന്ത്, അതായത് പലരും ഹിന്ദുക്കളാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മറ്റും ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയ തോതിലുള്ള നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിനെയും കൂടുതൽ വളരെ ബുദ്ധിമുട്ടിലുണ്ടാക്കും എന്നുള്ളത്. പക്ഷെ എന്താണ് ഇതിന് പോകാൻ വഴി? ഇതിലൊരു സ്വാഭാവികമായിട്ട് ഇപ്പോൾ അതിനൊക്കെ പറഞ്ഞു കേൾക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നയതന്ത്ര ബന്ധങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നതിനുള്ള, അത് ഇതിനു മുമ്പ് ഒരിക്കൽ ഇന്ത്യ ചെയ്തിട്ടുണ്ട്, പുൽവാമയുടെ സമയത്താണെന്ന് തോന്നുന്നു. ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതി, അതൊന്ന്. 2, ഒരു പ്രത്യാക്രമണം, അതായത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ബാലാക്കോട്ടിലും മറ്റും കണ്ട, പുൽവാമയ്ക്ക് ശേഷമൊക്കെ കണ്ട തരത്തിലുള്ള പാകിസ്ഥാന്റെ അതിർത്തി പാകിസ്ഥാന്റെ മേഖലയിലുള്ള ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ശക്തമായ കടന്നാക്രമണം നടത്തുക എന്നുള്ളതും ആലോചനയിലുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP സർക്കാരാണ് കേന്ദ്രത്തിൽ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ തീവ്രവാദപരമായ വിഭാഗങ്ങളുടെ ഒരു സമ്മർദ്ദം വാസ്തവത്തിൽ ആ ഗവൺമെന്റിന് മേൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരു മെച്യൂരിറ്റിയോടുകൂടി, ഒരു പാകതയോടെയും പക്വതയോടെയും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. കാരണം ഉള്ളിൽ നിന്ന് തന്നെ സംഘപരിവാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേ സമയത്ത് അന്താരാഷ്ട്ര നിയമങ്ങളും അന്താരാഷ്ട്ര യാഥാർത്ഥ്യവും കണക്കിലെടുക്കാതെ ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇതിനു മുമ്പ് അവിടെ ഇത് സ്ട്രൈക്ക് ചെയ്തെങ്കിലും ചിലപ്പോൾ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംഗതിയാണ്. പിന്നെ ലോകത്തിന്റെ ഇപ്പോൾ തീർച്ചയായിട്ടും ലോകം നമ്മുടെ ഒപ്പമാണ് നിൽക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ നമുക്ക് പിന്തുണയാണ് നൽകുന്നത്. അതിൽ വളരെ വ്യക്തമായി കാണുന്നത് ഈ അമേരിക്ക അടുത്ത കാലത്തായിട്ട് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാനെ വലിയതായിട്ട് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സമയത്ത് സൗദി അറേബ്യയിലായിരുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം വാസ്തവത്തിൽ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ഭേദപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ ഇന്ത്യയെ സഹായിക്കുന്നതാണ്. പക്ഷേ ഒരു പ്രത്യാക്രമണത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇതുണ്ടാക്കുന്ന മാറ്റം എന്നുള്ളത് ഒക്കെ കണക്കിലെടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇതിനു മുമ്പുള്ള സർക്കാർ എടുത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല നടപടികളും കാശ്മീർ ഇഷ്യൂവിൽ നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്രയോജനം കണ്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ. പക്ഷെ അതിന്റെ ഒരു നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം. അതെ, അപ്പൊ അത് വളരെ ഒരു അർത്ഥത്തിൽ അത് പലതരത്തിലുള്ള ഒരു പ്രകോപനങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് ഇന്ത്യയുടെ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞതും ഒരു വലിയ ഒരു എന്താ പറയുക ഒരു പ്രതികാര ബുദ്ധിയോടെയുള്ള ചില നടപടികൾക്ക് അവരെ പ്രേരിപ്പിച്ചേക്കും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ 2019 ശേഷം നമുക്ക് പറയാതെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഈ കഴിഞ്ഞ വളരെ നാളുകൾക്ക് ശേഷമാണ് പിന്നെ അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം നടന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഈ തീവ്രവാദ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ISIയും അല്ലെങ്കിൽ അവിടുത്തെ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ലഷ്കർ തൊയ്ബ പോലുള്ളവരൊക്കെ ശ്രമിക്കുമെന്നു. പക്ഷേ അതിനെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് മാത്രമല്ല അവിടെ നാഷണൽ കോൺഫറൻസ് അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ അതും വാസ്തവത്തിൽ ആ മാസം സെപ്റ്റംബറിലാണ് അത് നടന്നത്. അതിന്റെ ഒക്ടോബറിലൊക്കെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായി. അപ്പൊ ജൂലൈയിൽ ഉണ്ടായതുപോലെ ആ സർക്കാർ വന്നതിന് ശേഷം വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെ തകർക്കുക, അതായത് ജനാധിപത്യപരമായി സാധാരണ നിലയിൽ പോവുക, സാമ്പത്തികമായി സാധാരണ നിലയിൽ പോവുക, ടൂറിസം മുതലായ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകുക എന്നുള്ളതെല്ലാം വാസ്തവത്തിൽ ജമ്മു കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമാണ്. അപ്പൊ ആ ജമ്മു കാശ്മീരിനെ, അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമല്ല, യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും അതിനെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു നടപടി ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവരുടെ തീവ്രവാദ വിഭാഗങ്ങൾ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് പാകിസ്ഥാൻ അതിന് പിന്തുണ നൽകുന്നുണ്ട്. അപ്പൊ ഈ സമീപകാലത്ത് അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക ഭരണാധികാരി വാസ്തവത്തിൽ മുന്നിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം വളരെ പ്രകോപനപരമാണ്. വളരെ ഇന്ത്യക്കെതിരായും ഹിന്ദു വിഭാഗങ്ങൾക്കെതിരായിട്ടും ഒക്കെ അദ്ദേഹം പരസ്യമായ ഒരു കടന്നാക്രമണമാണ് നടത്തിയത്. അത് തന്നെ വാസ്തവത്തിൽ ഇതിനൊരു പ്രേരകമായ ഒരു ഘടകമായി എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം നൽകുന്ന ഈ ഒരു പ്രോത്സാഹനം, അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന രഹസ്യമായിട്ടുള്ള ആഹ്വാനം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഈ ഡോഗ് വിസിൽ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു
ഡോഗ് വിസിലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അദ്ദേഹം നടത്തിയ ആഹ്വാനം ഇതിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതാതിരിക്കാൻ വയ്യ. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം പാകിസ്ഥാൻ തന്നെ ഈ ഭീകരാക്രമണങ്ങളുടെ ഒരു ഇരയാണ്. ഈ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ നടക്കുന്ന പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ വിഘടനവാദികൾ വാസ്തവത്തിൽ അവരെ കൊണ്ട് വലിയ ആക്രമണം സമീപകാലത്ത് ഉണ്ടായി പാകിസ്ഥാനെ ബുദ്ധിമുട്ടിപ്പിച്ചതാണ്. അതുപോലെ മാത്രമല്ല താലിബാനുമായിട്ട് പാകിസ്ഥാൻ ഇപ്പം നല്ല ബന്ധത്തിലല്ല. പക്ഷെ അതേസമയം അതുകൊണ്ടൊക്കെ പാകിസ്ഥാനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലം കൂടെയാണ്. അപ്പോൾ ചിലപ്പോൾ പക്ഷേ പാകിസ്ഥാനിലെ കാര്യങ്ങളുടെ ശ്രദ്ധ മാറ്റി പാകിസ്ഥാനിന് സർക്കാരിനെതിരായിട്ട് വരുന്ന പിന്നെ വികാരത്തിനെ വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ അതിന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാനോ ഒക്കെ ശ്രമം നടത്തി. എന്തായാലും പാകിസ്ഥാന്റെ ഒരു കാര്യമായ പാകിസ്ഥാൻ എത്രയൊക്കെ ഇതിന് കൈവിടാൻ ശ്രമിച്ചാലും ഇതിൽ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഈ കൂടുതൽ തീവ്രവാദ സ്വഭാവമുള്ള വിഭാഗങ്ങൾ ഇത് വാസ്തവത്തിൽ ഒരു വലിയ എന്താ പറയുന്ന ഒരു തീവ്രപരമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയും അതിനുള്ള പ്രചരണം നടത്തുകയും കാരണം ഏറ്റവും സ്വന്തം ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ ഇതുപോലെ സ്വന്തം ജനതയുടെ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടവർക്കും അവർ വികാരം തീവ്രമായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വികാരങ്ങൾ കൂടുതൽ ഇറക്കിയിടാനും ഒരു ആക്രമണത്തിന്റെയും യുദ്ധത്തിന്റെയും മുന്നിലേക്ക് രാജ്യങ്ങളെ വലിച്ചെറിയാനും ഒക്കെ സാധ്യതയാണ്. അത് ആർക്കും ഗുണകരമാവില്ല. അതേസമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ശക്തമായ ഒരു താക്കീത് നൽകുക എന്നുള്ളത് നമ്മൾ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഇന്ത്യ മുഴുവനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കും എല്ലാവരുടെയും മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി കൂടുതൽ നഷ്ടം നമുക്ക് സംഭവിക്കാതെയും മറ്റ് ഈ ആക്രമണം നടത്തിയ വിഭാഗങ്ങളെ ഒരു ഒന്നാന്തരം താക്കീത് ഒന്നാന്തരം ഒരു മുന്നറിയിപ്പ് നൽകുന്ന പോലെയുള്ള ഒരു നടപടി സ്വീകരിക്കുകയും വേണം. അപ്പൊ ഒരു വളരെ എന്താ പറയാ ആലോചിച്ചും ആസൂത്രിതമായും ഒക്കെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ലോകത്തെ മുഴുവൻ നമ്മളോടൊപ്പം നിർത്തേണ്ടത് ആവശ്യവും ഇതിലെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ ഈ ഇതിനകത്തിൽ വിദേശികൾ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മറ്റ് പല സംസ്ഥാനത്തിലുള്ളവരുണ്ട്, മലയാളി ഉണ്ടായിരുന്നു, ഒരാളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായ പലതരത്തിലുള്ള ധ്രുവീകരണം ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇന്ന് എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ശരിക്കും ഈ സംഭവത്തിൽ ഗവൺമെന്റിന്റെ പുതിയ നിലപാടുകൾ എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു സംഗതിയുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. ജനങ്ങളിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ ദുരന്തം അല്ലെങ്കിൽ ഒരു വളരെ എന്താ പറയുക അപ്രതീക്ഷിതമായ ഒരു അപകടത്തിന്റെ മുമ്പിൽ വാസ്തവത്തിൽ ജനങ്ങൾ വികാരഭരിതരാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ സർക്കാർ ആ പൂർണ്ണമായ വികാരത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ അതേസമയത്ത് അതിലേക്ക് പൂർണ്ണമായിട്ടും മുങ്ങിപ്പോകാതെയും എടുക്കേണ്ട ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ്. അതെങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആണ് ഇതിനൊക്കെ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ വാസ്തവത്തിൽ വലിയ എന്താ പറയാ കുറച്ച് നാൾ ശേഷമാണ് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം ഇന്ത്യക്കാകെ മുറിവേറ്റിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എൻ്റെ വളരെ അടുത്തൊരു ബന്ധു ആണ് ഈ കേരളത്തിൽ നിന്ന് പോയി അവിടുന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് അവിടെ നിന്ന് പോകാൻ എന്താ പറയാ ഭാഗ്യമുണ്ടായിരുന്ന ആ ജഡ്ജിമാരിൽ 3 ജഡ്ജിമാരിൽ ഒരാൾ. അവരതിന് മുമ്പ് അവിടെ 2 വർഷം 2-3 ദിവസം മുമ്പ് അവർ വിനോദയാത്രയ്ക്ക് വേണ്ടി കുടുംബസമേതം പോയതാണ്. അവിടുന്ന് ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് പഹൽഗാമിൽ നിന്ന് അവര് ശ്രീനഗറിലേക്ക് പോയത്. അപ്പൊ അതുകൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി പറഞ്ഞ പോലെ ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഇതൊരു വല്ലാത്ത ആഘാതമാണെന്നുള്ള സംശയമില്ല. പക്ഷെ ഒരു രാജ്യത്തിന് നേതൃത്വം ഇങ്ങനെയുള്ള വളരെ പ്രതിസന്ധി നിറഞ്ഞ ഉദ്വേഗഭരിതമായ ഈ ഘട്ടങ്ങളിൽ എടുക്കേണ്ട വളരെ വിവേകപൂർണമായ തീരുമാനങ്ങളും മറ്റും ആവശ്യമാണ്. അതിന് നമ്മുടെ സർക്കാരിന് കഴിയും എന്ന് പ്രതീക്ഷിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാനാവും. അല്ല, ഇത് പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന തീവ്രവാദി ആക്രമണത്തിൽ ഈ പുരുഷന്മാരെ മാത്രം ആക്രമിക്കുക അല്ലെങ്കിൽ അതിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രകോപിപ്പിക്കുക എന്നുള്ള ഒരു അത് തന്നെയാണ്. കാരണം പ്രകോപിപ്പിക്കാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ വളരെ മതപരമായിട്ടുള്ള കാര്യത്തിൽ അവർ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കൺമുമ്പിൽ തന്നെ ഈ കൂട്ടക്കൊലി നടത്തി എന്നുള്ള ഭീകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചത്. ടൂറിസ്റ്റുകൾക്കിടെ നേരെ ഞങ്ങൾ ആക്രമണം നടത്താൻ ഒരു മടിക്കില്ല. അതായത് ടൂറിസം എന്ന് പറഞ്ഞാൽ ഈ ജമ്മു കാശ്മീരിനെ മുഴുവൻ ആവശ്യമുള്ള അവരുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ്. ഈ മുസ്ലിങ്ങൾ തന്നെ വലിയൊരു വിഭാഗം ഭൂരിപക്ഷവും
വസിക്കുന്ന ഈ ആ പ്രദേശത്തിന്റെ ഉപജീവനത്തിന് ഏറ്റവും ആവശ്യമാണ് സമാധാനപൂർണ്ണമായ ഇത്. അപ്പോൾ ഈ രാജ്യദ്രോഹമായ രാജ്യവിരുദ്ധമായിട്ടുള്ള പരിപാടി, രാജ്യത്തിന് ആകെ ദോഷമുണ്ടാകണം, ജമ്മു കാശ്മീരിന് ആകെ ദോഷമുണ്ടാകണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ ചെയ്തതാണെന്നുള്ളതിനെ പറ്റി സംശയമില്ല. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഇനിയിപ്പോൾ അടുത്ത മാസം 2 മാസത്തിനകം തന്നെ തീർത്ഥയാത്ര, അമർനാഥ് തീർത്ഥയാത്ര ആരംഭിക്കുന്ന സമയമാണ്. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ആ വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ തുടക്കമാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഏറ്റവും മനോഹരമായ, കാശ്മീരിൽ തന്നെ ഏറ്റവും അതിമനോഹരമായ ഒരു പ്രദേശമാണ്. അങ്ങനെ എല്ലാ നന്മകളെയും കെടുത്തിക്കളയാനുള്ള, ചവിട്ടി അരച്ചു കളയാനുള്ള ഒരു ശ്രമമാണ് അത്. ഗവൺമെന്റ് മാത്രമല്ല, ഇന്ത്യ ആകെ അത് ബുദ്ധിപൂർവ്വം, വിവേകപൂർവ്വം, വികാരത്തിന് അമിതമായി വഴിപ്പെടാതെ ചെയ്യേണ്ടതുണ്ട്. ഇതിനുള്ള നടപടി, ഇതിനുള്ള പ്രതികരണം എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ ഇത് പട്ടാളത്തിന്റെ വേഷത്തിലെത്തുക, ഈ പറയുന്ന സ്ഥലത്ത് വളരെ ബന്ധമുള്ള സ്ഥലമാണ്. പക്ഷെ ഇന്റലിജൻസിന്റെ പരാജയം ഇക്കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇന്റലിജൻസിന്റെ പരാജയം ഉണ്ടെന്നുള്ളതിനെ പറ്റി സംശയമേ ഇല്ല. ആദ്യം മുതലേ അതുള്ള സൂചന ഉള്ളതാണ്. പക്ഷേ മാത്രമല്ല, ഇന്ന് ഞാൻ വേറൊരു ഇതിൽ കണ്ടത് ഈ പഹൽഗാമിൽ വേണ്ട പോലെയുള്ള ഒരു സംരക്ഷണം, ഒരു സുരക്ഷാ സേനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ പോയി യാത്ര ചെയ്ത്, അവിടെ അടുത്ത ദിവസം യാത്ര ചെയ്ത ഒരാളുടെ ഒരു പോസ്റ്റ് ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഇതുപോലൊരു സംഭവങ്ങൾ നടന്ന് നമ്മളൊരു ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഇതെപ്പോഴും ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണങ്ങൾ നടന്നതെല്ലാം ഇതുപോലെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിന്റെ വളരെ ഒരു കൃത്യമായ പരാജയം, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് തന്നെ നടത്തിയ പരിശോധനകളിലും അന്വേഷണങ്ങളിലും ഒക്കെ തെളിഞ്ഞതുമാണ്. അതുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഭീകരാക്രമണങ്ങൾക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത് മാത്രമാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഭീകരാക്രമണങ്ങളെ വാസ്തവത്തിൽ എല്ലാ ഇന്റലിജൻസിനെയും സ്വയം ഈ ചാവേറായിട്ട് വരുന്നവരെ ഒരു സുരക്ഷാ സംവിധാനത്തിനും കീഴടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.